പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം പുകയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നവർക്ക് $10 ദശലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാഖിലെ സായുധ സംഘം രംഗത്ത്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് എന്ന സംഘടനയാണ് ജൂലൈ 16 ഇത്തരമൊരു ഭീഷണി മുഴക്കിയത്. ഈ വാർത്ത ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA-യും റഷ്യൻ മാധ്യമമായ RT-യും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ISIS-നെതിരായ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരെ കുറിച്ച് ട്രംപ് നടത്തിയ അപകീർത്തിപരവും കുറ്റകരവുമായ പ്രസ്താവനകളാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് സംഘടനയെ നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തങ്ങളുടെ നേതാക്കളെ അപമാനിച്ചതിനെതിരെയാണ് ഇത്തരമൊരു പ്രതികാര നടപടിയെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ ഭീഷണി ഔദ്യോഗികമായി അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ പാരിതോഷികം എങ്ങനെ കൈമാറുമെന്നോ ഇതിന്റെ പ്രവർത്തന രീതി എന്താണെന്നുള്ളതോ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. അമേരിക്കയും ഇറാനും സഖ്യകക്ഷികളും തമ്മിലുള്ള ശത്രുത മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെതിരായ ഭീഷണിയെ ചൊല്ലി അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. റഷ്യൻ മാധ്യമങ്ങൾ ഇത്തരം ഭീഷണികൾക്ക് പ്രചാരം നൽകുന്നതിനെതിരെ ചില അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വൈറ്റ് ഹൗസോ അമേരിക്കൻ അധികൃതരോ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. കൂടാതെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് ഇറാനുമേലുള്ള വ്യോമാക്രമണം അതീവ ഗുരുതര തലത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് US. ഇറാനിലെ പ്രധാന ഗതാഗത സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ തന്ത്രപ്രധാനമായ നിരവധി പാലങ്ങൾ US പോർ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാൻ തുടരുന്ന കർശന നിയന്ത്രണങ്ങൾ നീക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന US ഭരണകൂടത്തിന്റെ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ഈ ശക്തമായ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണ പരമ്പരയിൽ ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോഗ്നീസിലെ ബന്ദർ ഖമീർ നഗരത്തിലെ തന്ത്രപ്രധാന പാലങ്ങളാണ് US വ്യോമസേന പ്രധാനമായും തകർത്തത്. ഏറ്റവും പുതിയ വ്യോമാക്രമണങ്ങളിൽ മാത്രം 7ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിലെ US ആക്രമണങ്ങളിൽ ഇതിനകം തന്നെ 35-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൻ നാശനഷ്ടങ്ങൾ ഇറാനിൽ കടുത്ത ജനരോക്ഷത്തിനും ഭരണകൂടത്തിന്റെ ശക്തമായ പ്രകോപനത്തിനും കാരണമായിട്ടുണ്ട്. US-ന്റെ നടപടിക്ക് പിന്നാലെ പശ്ചിമേഷ്യയിൽ പ്രത്യാക്രമണങ്ങളുടെ വലിയൊരു പരമ്പര തന്നെയാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. US സഖ്യകക്ഷികളും സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നതുമായ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഖത്തറിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ പ്രാദേശിക അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതോടെ കഴിഞ്ഞ മാസം ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ പൂർണ്ണമായും തകരുകയും മേഖല അതീവ സങ്കീർണമായ യുദ്ധഭൂമിയായി മാറുകയും ചെയ്തു. കൂടാതെ അമേരിക്ക ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ചെങ്കടലിലെ എണ്ണ ഗതാഗത പാത അടച്ചിടാൻ തയ്യാറായിരിക്കാൻ ഹൂതി വിമതരോട് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണിത്. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും ഈ നിർദ്ദേശം ഹൂതികൾക്ക് കൈമാറിയെന്നുമാണ് വിവരം. ഹോർമൂസ് കടലിടുക്ക് ഇതിനകം അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ ചെങ്കടൽ പാത കൂടി അടച്ചാൽ അത് ആഗോള ഊർജ്ജ വിതരണത്തെ ഗുരുതരമായി ബാധിക്കും. ചെങ്കടലിന്റെ ബാബ് എൽ മണ്ടേബ് കടലിടുക്ക് വഴി ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് ആവശ്യമായ മിസൈലുകളും ഡ്രോണുകളും ഹൂതികൾ ഇതിനകം സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യമനിലെ ഹൈലാൻഡ്സ് കേന്ദ്രീകരിച്ച് ഹൂതികൾ നടത്തുന്ന നീക്കങ്ങൾക്ക് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ നിയന്ത്രണവും ഉണ്ടാകും. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.